ത്രിയേക ദൈവത്തിൻ്റെ ധന്യതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അബുദാബി സെൻറ്റ് ജോർജ് ഇന്ത്യൻ ഓർത്തഡോക്സ് കത്തീഡ്രൽ ഇടവക അംഗങ്ങൾക്കും വിശിഷ്യ യുവജന പ്രസ്ഥാനത്തിൻ്റെ ഭാരവാഹികൾക്കും പ്രവർത്തകർക്കും ഇത് ശ്രവിക്കുന്ന ഏവർക്കും ക്രിസ്തുയേശുവിൽ സമാധാനം ആശംസിക്കുന്നു. വലിയ നോമ്പ് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയുടെ ഒരു പരിശീലന കളരിയാണ്, ഒരു ട്രെയിനിങ് പീരീഡാണ്. ഈ വലിയ നോമ്പ് അർത്ഥപൂർണമായി അനുഷ്ഠിപ്പാൻ തക്കവണ്ണം നമുക്ക് സഹായകരമാകുന്ന ചില കാര്യങ്ങൾ ഏവരുടെയും ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നുകൊള്ളട്ടെ. ഒന്ന്, ഹൃദയപൂർവമായ പശ്ചാത്താപം. യോവേൽ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 12-13 വാക്യങ്ങൾ ഇപ്രകാരം യഹോവയായ ദൈവം പ്രവാചകനിലൂടെ കൽപ്പിക്കുന്നുണ്ട്: നിങ്ങൾ ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ എങ്കിലേക്ക് തിരിഞ്ഞു വരുവീൻ എന്നാണ്. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെങ്കിലേക്ക് തിരിച്ചു വരുന്നതാണ് നോമ്പ്. തുടർന്ന് തന്നെ പ്രവാചകൻ പറയുന്നുണ്ട്: വസ്ത്രങ്ങളെയല്ല, ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങൾ എങ്കിലേക്ക് തിരിച്ചു വരണം. തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവം ഒരിക്കലും നിരസിക്കുന്നില്ലല്ലോ. 2, വിനയത്തോടു കൂടിയുള്ള ഒരു ജീവിത ശൈലിയാണ്. ബാഹ്യപ്രകടനങ്ങളെയല്ല, മറിച്ച് ആന്തരികമായി മനുഷ്യർക്ക് വിളങ്ങേണ്ടതിനല്ല, മറിച്ച് ദൈവത്തിന് വിളങ്ങേണ്ടതിനായിരിക്കട്ടെ നമ്മളുടെ നോമ്പും ഉപവാസവും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 16, 17, 18 വാക്യങ്ങളിലൊക്കെ നമ്മുടെ കർത്താവ് നമ്മളോട് കൽപ്പിക്കുന്നുണ്ടല്ലോ: നിങ്ങൾ ഉപവസിക്കുമ്പോൾ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിനല്ല, ദൈവത്തിന് വിളങ്ങേണ്ടതിനായിട്ട് മാത്രം ആയിരിക്കണമെന്ന്. സങ്കീർത്തനക്കാരനും പറയുന്നുണ്ട്: ഉപവാസം കൊണ്ട് ഞാൻ ആത്മതപനം ചെയ്തു എന്ന്. 3, പ്രാർത്ഥനയിൽ സ്ഥിരതയുണ്ടാവുക. വലിയ നോമ്പിൽ പ്രത്യേകിച്ചും പ്രാർത്ഥനയ്ക്കായി നമുക്ക് കൂടുതൽ സമയം കണ്ടെത്താം. കർത്താവ് കൽപ്പിക്കുന്നു: പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ എന്ന്. യാമനമസ്കാരങ്ങളിൽ കൂടാതെ തന്നെ ചെറിയ ചെറിയ പ്രാർത്ഥനകൾ വലിയ നോമ്പിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ. 4, ദൈവവചനത്തിൽ ജീവിക്കുക. വചനം എൻ്റെ കാലുകൾക്ക് വിളക്കും പാതകൾക്ക് പ്രകാശവുമെന്ന് സങ്കീർത്തനക്കാരൻ തന്നെ പറയുന്നുണ്ടല്ലോ. നമ്മുടെ കർത്താവും കൽപ്പിക്കുന്നു: മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങൾ കൊണ്ടും ജീവിക്കുന്നു എന്ന്. പ്രത്യേകിച്ചും ഈ വലിയ നോമ്പ് കാലയളവിൽ നമ്മുടെ കർത്താവിൻ്റെ ജീവിതരേഖയായ സുവിശേഷങ്ങളും അതോടൊപ്പം സങ്കീർത്തനങ്ങളും ആദ്യം മുതൽ അവസാനം വരെ വായിച്ചു തീർക്കുവാൻ നോമ്പ് കാലത്ത് നമുക്ക് ഇടയായിത്തീരട്ടെ. 5, വിശുദ്ധ കുമ്പസാരമാണ്. പാപ സമ്മതവും ശുദ്ധീകരണവുമാണല്ലോ വിശുദ്ധ കുമ്പസാരത്തിലൂടെ നമ്മൾ നേടിയെടുക്കുന്നത്. യോഹന്നാൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 9-ാം വാക്യത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ കൊടുക്കുന്ന വിശേഷണങ്ങളിൽ തന്നെ പറയുന്നുണ്ട്: നാം നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്ന സമാത്രയിൽ അതിലൂടെ അവന് ശുദ്ധീകരണം നമുക്ക് നൽകും എന്ന്. കണ്ണുനീരോടെ വിശുദ്ധ കുമ്പസാരത്തിനുള്ള ഒരു കാലയളവാണ് വലിയ നോമ്പ്. 5, 6, കരുണയും ദാനവുമാണ്. വലിയ നോമ്പിൽ നമുക്ക് കൂടുതൽ കരുണകൾ കാണിക്കുവാനും ദാനങ്ങൾ കൊടുക്കുവാനും കഴിയണം. യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 58-ാം അധ്യായം നോമ്പിനെക്കുറിച്ചും ഉപവാസത്തെക്കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ടല്ലോ. അതിൻ്റെ 6ഉം 7ഉം വാക്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. 7-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്: വിശപ്പുള്ളവർക്ക് അപ്പം നുറുക്കി കൊടുക്കുന്നതും അലഞ്ഞു നടക്കുന്ന സാധുക്കളെ വീട്ടിൽ ചേർത്ത് കൊള്ളുന്നതും നഗ്നനെ കണ്ടാൽ ഉടുപ്പിക്കുന്നതും നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതെ ഇരിക്കുന്നതുമല്ലയോ എനിക്കിഷ്ടമുള്ള നോമ്പ്. അനേകരുടെ കണ്ണുനീരുകളെ ഒപ്പിയെടുക്കുവാൻ, അനേക കുടുംബങ്ങൾക്ക് അത്താണിയായി മാറുവാൻ വലിയ നോമ്പ് നമുക്ക് കൂടുതൽ ഇടയായിട്ട് തീരണം. 7, ക്ഷമയും സമാധാനവുമാണ്. നോമ്പിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്ന് തന്നെയാണല്ലോ ഈ 2 കാര്യങ്ങൾ, ക്ഷമയും സമാധാനവും. ഈ വലിയ നോമ്പ് കാലയളവ് കോപത്തെ ഒഴിവാക്കുവാനും എല്ലാവരോടും അനുരഞ്ജനപ്പെടുവാനുമുള്ള ഒരു കാലയളവായി നമുക്ക് മാറ്റിയെടുക്കാം. ഒരുപക്ഷെങ്കിൽ നമുക്ക് വിദ്വേഷമുള്ളവരോ നമ്മളോട് വിദ്വേഷമുള്ളവരോ ഒക്കെ ധാരാളം പേർ ഉണ്ടായിരുന്നിരിക്കാം. ഒരുപാട് നാളുകളായി നമ്മൾ സംസാരിക്കാതെ, നമ്മൾ മിണ്ടാൻ പോലും കൂട്ടാക്കാതെ കഴിയുന്നവർ ഉണ്ടായേക്കാം. ഇവിടെ 2 പ്രാർത്ഥനകൾ ഈ നോമ്പിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. 1, ഇത്രയും നാളും ദൈവമേ, ഞാൻ മറ്റു പലരോടും മിണ്ടാതെയും പിണക്കത്തോടെയും ഇരിക്കുന്നതിൽ എന്നോട് ക്ഷമിക്കണമേ. 2, എന്നേക്കാൾ കൂടുതലായി അവരെ നീ അനുഗ്രഹിക്കണമേ. ഇതിലൂടെ നമുക്ക് സമാധാനത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിച്ചേരുവാൻ കഴിയട്ടെ.
8. ഭക്ഷണത്തിൽ മാത്രമല്ല നമ്മൾ നോമ്പ് ആചരിക്കേണ്ടത്. നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ നാവിനും നമ്മുടെ കണ്ണിനും നോമ്പ് കൊടുക്കുവാൻ നമുക്ക് സാധ്യമാകണം. ദുശ്ചിന്തകൾ ഒഴിവാക്കുവാൻ, കുറ്റം പറച്ചിലുകളും അപവാദം പറച്ചിലുകളുമൊക്കെ ഒഴിവാക്കുവാനും ഈ നോമ്പ് കാലയളവ് നമ്മളെ സഹായിക്കുകയും അതൊരു പാഠശാലയായി മാറി തുടർന്നുള്ള നമ്മുടെ ജീവിതത്തിലും അതിനെ തുടരുവാനും നമുക്ക് സാധ്യമായി തീരുന്നുണ്ട്. 9. കുരിശിൻ്റെ വഴിയിൽ നാം നടക്കുക എന്നുള്ളതാണ്. നമ്മുടെ കർത്താവ് കുരിശ് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ജീവിതത്തെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നില്ല. കർത്താവ് തന്നെ പറയുന്നുണ്ട്, ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്നാണ്. കഷ്ടതകളും ഭാരങ്ങളും പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ആ കുരിശുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി ഏറ്റെടുത്തുകൊണ്ട് നോമ്പിലൂടെ നമുക്ക് യാത്രയാകാം. 10. നോമ്പിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത് പുനരുത്ഥാനത്തിൻ്റെ സന്തോഷമാണ്. അത് മറക്കാതെ പ്രാരംഭം തൊട്ട് അന്ത്യം വരെയും നോമ്പിലൂടെ നമുക്ക് യാത്രയാകാം. ആ പുനരുത്ഥാനത്തിൻ്റെ ഒരു വലിയ സന്തോഷമുണ്ട്. കർത്താവ് പുനരുത്ഥാനം ചെയ്തപ്പോൾ സ്ത്രീകൾക്കുണ്ടായ സന്തോഷം, സ്ലീഹന്മാർക്കുണ്ടാകുന്ന സന്തോഷം, അത് പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത അനിർവചനീയമായ ഒരു വലിയ സന്തോഷമാണ്. ഈ പുനരുത്ഥാനത്തിൻ്റെ സന്തോഷമാണ് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകേണ്ടത്. നോമ്പിൻ്റെ പര്യവസാനത്തിൽ നമ്മൾ എത്തിച്ചേരുമ്പോൾ ഈ പുനരുത്ഥാനം നമുക്ക് പ്രദാനം ചെയ്യുന്ന ഈ സന്തോഷത്തെ പ്രാപിക്കുവാൻ നമുക്ക് ഇടയാകണം. അങ്ങനെ ഈ വർഷത്തെ വലിയ നോമ്പ് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു ദൈവികമായ അനുഭവമായി, പ്രകാശത്തിൻ്റെ ഒരു നോമ്പായി നമുക്കതിനെ മാറ്റിയെടുക്കാം. ദൈവം എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.